ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കോറിലേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള നെക്സ്റ്റ് ഗ്രാഫിക്കൽ മെത്തേഡാണ് കോറിലേഷൻ ഗ്രാഫ്. ഈ കോറിലേഷൻ ഗ്രാഫ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഫറൻറ്റ് ഇയറിൽ രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂ തരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഡിഫറൻറ്റ് പ്ലേസിലെ രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂ തരുവാണെങ്കിൽ ആ വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ഇയർ അല്ലെങ്കിൽ പ്ലേസ് ആണ്. വേരിയബിൾസിൻ്റെ വാല്യൂ വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വരച്ച് കഴിയുമ്പോൾ രണ്ട് ലൈൻസ് കിട്ടും. ഈ രണ്ട് ലൈൻസ് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്നും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ എന്നും പറയും. നമുക്ക് പ്രത്യേകിച്ച് ഒരു പാറ്റേണും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ടും തമ്മിൽ കോറിലേഷൻ ഒന്നും ഇല്ല എന്നും പറയും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് ടൈപ്പ് കോറിലേഷൻ ആണെന്ന് മാത്രമേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതിൻ്റെ ഡിഗ്രി ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരു പ്രോബ്ലം നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ഇയറിലുള്ള ഇൻകമും സേവിങ്സും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ഇത് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുന്നു. എക്സിൽ നമ്മൾ ഇയർ ആണ് പ്ലോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. 2013 തൊട്ട് 17 വരെയാണ് നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് ഉള്ളത്. 2013, 2014, 2015, 2016, 2017. ആദ്യമായിട്ട് അതിന് മുൻപ് നമ്മൾ ഇൻകമും സേവിങ്സിൻ്റെയും ഡേറ്റ നോക്കുക. അതിൽ മാക്സിമം എത്രയാണ്, മിനിമം എത്രയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കുക. മിനിമം 1 ആണ്, മാക്സിമം 10 ആണ് വന്നിട്ടുള്ളത് മൊത്തം ഡേറ്റയിൽ. അപ്പോൾ അത് മാർക്ക് ചെയ്യാവുന്ന രീതിയിൽ വേണം നമ്മൾ വൈ ആക്സിസിൽ സ്കെയിൽ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ 10 വരെ പ്ലോട്ട് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ സ്കെയിൽ ചൂസ് ചെയ്യുന്നു. ഇനി ആദ്യം ഇൻകത്തിൻ്റെ വാല്യൂസ് ആണ് ഞാൻ പ്ലോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓരോ ഇയറിലെയും ഇൻകം പ്ലോട്ട് ചെയ്യുന്നു. 2013 2, 2014 4, 2015 6, 2016 8, 2017 10. ഇനി ഈ പോയിന്റ്സ് ഞാനൊന്ന് കൂട്ടി യോജിപ്പിക്കുവാണ്. ഇനി അടുത്തതായിട്ട് സേവിങ്സ്, ഇതാണ് ഇൻകം. ഇനി അടുത്ത് സേവിങ്സിൻ്റെ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുന്നു. ഫസ്റ്റ് 2013 1 ആണ്, 2012 3, 2015 4, 16 5, 17 8. ഇവയും ജോയിൻ ചെയ്യുന്നു. ഇതാണ് സേവിങ്സ്. നോക്കുമ്പോൾ ഇൻകമും സേവിങ്സും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്, ഇവ തമ്മിൽ പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വേറൊരു പ്രോബ്ലം കൂടെ നോക്കാം. അടുത്ത പ്രോബ്ലം നോക്കുക. ഇതിൻ്റെ അകത്ത് ഓരോ ഇയറിലെയും പ്രൈസും ഡിമാൻഡും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവ തമ്മിലുള്ള കോറിലേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുന്നു. എക്സ് ആക്സിസിൽ ഇയർ ആണ് നമ്മൾ നോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. 2010, 11, 12, 13, 14, 2015. ഇനി ഡിമാൻഡിലെയും പ്രൈസിലെയും വാല്യൂസ് നോക്കുക. ഇവിടെ നമുക്ക് മിനിമം ആയിട്ട് വരുന്നത് 18 ആണ്, മാക്സിമം 80 ആണ്. അപ്പോൾ ഈ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാവുന്ന രീതിയിൽ വേണം വൈ ആക്സിസിൽ നമ്മൾ സ്കെയിൽ ചൂസ് ചെയ്യാനായിട്ട്. നമുക്ക് 10ൻ്റെ ഡിഫറൻസിൽ എടുക്കാം. 20, 30, 70, 80. ഇനി ഓരോ ഇയറിലെയും ആദ്യം ഡിമാൻഡ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. 2010 50 ആണ്, 2011 55, 2012 60, 2013 70 ആണ്, 2014 75, 15 80. ഇതാണ് നമ്മുടെ ഡിമാൻഡിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അത് ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ഇനി പ്രൈസും കൂടെ പ്ലോട്ട് ചെയ്യാം. 2010 40, 2011 35 ആണ്, 2012
30 13 25 14 20 15 18. ഇനി ഇവ തമ്മിലും കൂടെ ജോയിൻ ചെയ്യുന്നു. ഇത് ഡിമാൻഡ്, ഇത് പ്രൈസ്. അപ്പോൾ ഡിമാൻഡ് നമുക്ക് ഇൻക്രീസിങ് ആയിട്ടാണ് പോകുന്നത്, പ്രൈസ് ഡിക്രീസിങ് ആയിട്ടാണ്. അപ്പോൾ രണ്ട് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, നെഗറ്റീവ് കോറിലേഷൻ ആണുള്ളതെന്ന് നമുക്ക് പറയാം. ഈ രീതിയിലാണ് കോറിലേഷൻ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ ആണോ നെഗറ്റീവ് കോറിലേഷൻ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ 2 ഗ്രാഫിക്കൽ മെത്തേഡ്സും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഓൾജിബ്രാക് മെത്തേഡ്സ് ആയിരിക്കും പഠിക്കാനായിട്ട് പോകുന്നത്.